എൻ്റെ പേര് ബിനി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഞാൻ വെക്കേഷന് വന്നു. ആ സമയത്ത് ഏപ്രിൽ 26-ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ OET എക്സാം മെയ് 7-നുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ വിജയിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഞാൻ ഇതിനു മുമ്പും OET എക്സാം എഴുതിയിട്ടുണ്ട്. എത്ര തവണ എഴുതിയിട്ടുണ്ട്? ഒരു തവണ ഞാൻ ഒക്ടോബറിൽ എഴുതി. അന്ന് ഞാൻ ഫെയിലായി. അതോടുകൂടി എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ആദ്യം ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു കുവൈറ്റിൽ. അത് കഴിഞ്ഞ് ഹസ്ബൻഡും കുട്ടികളും കോവിഡ് വന്നപ്പോഴേക്കും അവർക്ക് തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ ഒറ്റക്കായ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണമെന്നുള്ള എൻ്റെ അതിയായ ആശ മൂലം ഞാൻ എന്നും കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഏപ്രിൽ 26-ന് ഇവിടെ വന്നപ്പം അച്ഛൻ അന്നെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഹാൾ ടിക്കറ്റും ഞാൻ എക്സാം എഴുതുന്ന പെൻസിലും മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള 2 മോഡ്യൂളായിരുന്നു റീഡിങ്ങും ലിസണിങ്ങും. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളതും റൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് റൈറ്റിംഗ് ടാസ്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അവർ 5 മിനിറ്റ്സ് മോർ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ലെറ്ററിൻ്റെ ഹാഫ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കാകെ ടെൻഷനായി, ഞാൻ പാനിക്കായി, എഴുതി തീർക്കാൻ പറ്റുന്നില്ല. പിന്നീട് ആരൊക്കെയോ എന്നെ കൊണ്ട് എഴുതിക്കുന്ന പോലെ ഞാൻ എഴുതി തീർത്തു. പക്ഷേങ്കിൽ ഞാൻ ആ കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതി തീർക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊഡ്യൂൾ എനിക്കൊട്ടും നന്നായിട്ട് എഴുതി തീർക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോഴേക്കും അതിന് B ഗ്രേഡ് കിട്ടിയില്ല. അത് ഉറപ്പായിട്ടും C+ ആയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ എന്നും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഇതിനു മുമ്പുള്ള സാക്ഷ്യങ്ങളിൽ ഞാൻ കണ്ടിരുന്നു അവർ മാർക്കും ഗ്രേഡും മാതാവിൻ്റെ കാശ് രൂപത്തിൽ എഴുതി പ്രാർത്ഥിക്കുമെന്ന്. ഞാനും അതുപോലെ ചെയ്തു. എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ കാശ് രൂപത്തിൽ 4B എഴുതി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ഇന്നെനിക്ക് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ റൈറ്റിങ്ങിനും എനിക്കും അമ്മ മാതാവ് 4B ഗ്രേഡ് തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ജപമാല റാണി ആവേ ആവേ